അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഇന്നത്തെ വിഷയം തൗബയാണ്. തൗബ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയമാണ്. തൗബ എന്ന് പറയുമ്പോൾ എന്താണ് അത്രത്തോളം തെറ്റിദ്ധാരണ വരാൻ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ തെറ്റിദ്ധാരണ, ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് തൗബ ചെയ്യണമെങ്കിൽ റമളാന് വരണമെന്നാ. ചില ആളുകളെ തെറ്റിദ്ധാരണ, തൗബ എന്ന് പറഞ്ഞാൽ തൗബ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു ഏട്, ആ ഒരു കിതാബ്, അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അതേപോലെ നമ്മൾ നോക്കി വായിക്കുക, അതാണ് തൗബ എന്ന. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഖേദിച്ച് മടങ്ങുക, അതാണ് തൗബ. അള്ളാഹു താല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, സൂറത്തുൻ നിസാഇൽ അള്ളാഹു താല പറയുന്നുണ്ട്, വസ്തഗ്ഫിരില്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു തആല പൊറുത്തു തരുന്നവരും കരുണ കാണിക്കുന്നവനുമാണ്. അതുപോലെ തന്നെ സൂറത്തു തഹ്രീമിൽ അള്ളാഹു തആല പറയുന്നുണ്ട് 8-ാമത്തെ ആയത്തായിട്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എങ്ങനെയുള്ള തൗബ? നിഷ്കളങ്കമായ തൗബ നിങ്ങൾ ചെയ്യുക. അതായത് മനസ്സിൽ നിഷ്കളങ്കത വേണം. മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയുള്ള തൗബയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ഈ തൗബ ചെയ്യാൻ 4 ഷർത്തുകളുണ്ട്. എന്താണ് ഷർത്ത്? ഒന്നാമത്തത്, നമ്മൾ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കണം. മനസ്സിന്റെ അകത്ത് നിന്ന് ഖേദം പ്രകടിപ്പിക്കണം. നമ്മൾ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പടച്ചോനെ ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ അള്ളാ എന്നുള്ള ആ ഒരു ഖേദം നമ്മുടെ മനസ്സിൽ വേണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത്, പിന്നെ ആ തെറ്റ് നമ്മൾ ആവർത്തിക്കരുത്. ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കെ നമ്മൾ തൗബ ചെയ്യരുത്. നമ്മൾ ആ തെറ്റ് ആവർത്തിക്കരുത്. മൂന്നാമത്തത്, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യൂല എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ വേണം. ഈ പറഞ്ഞ 3 ഷർത്തും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 4-ാമത്തെ ഷർത്ത്, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ മറ്റുള്ള ആളുകളോടുള്ള ഹക്കടപാടുകളൊക്കെ തീർത്തിട്ട് വേണം തൗബ ചെയ്യാൻ. ഹക്കടപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പെട്ടെന്ന് പോകുന്നത് സാമ്പത്തികമായ ഇടപാടിലേക്കാണ്. എന്നാൽ നമ്മുടെ ഹക്കടപാട് എന്ന് പറയുന്നത് വെറും സാമ്പത്തികമായിട്ടുള്ളത് മാത്രമല്ല. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് മറ്റുള്ള ആളുകളെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നമ്മൾ അവരോട് പൊരുത്തപ്പെടിക്കണം. ആ പൊരുത്തപ്പെടിച്ചിട്ട് വേണം നമ്മൾ തൗബ ചെയ്യാൻ. ഇപ്പോ പല ആളുകളും കാണുന്നൊരു വിഷയം, നല്ല ഒരു ദിവസം വരുമ്പോ, ഉദാഹരണത്തിന് ബറാഅത്ത് അല്ലെങ്കിൽ നോമ്പ്, ഇങ്ങനെയുള്ള നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് വെക്കും. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണം, എനിക്ക് പൊരുത്തപ്പെടണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു മെസ്സേജ് എഴുതിയിട്ട് എല്ലാ ആളുകൾക്കും സോഷ്യൽ മീഡിയയിലൂടെ അയച്ചു കൊടുക്കുക. ഇതാണോ പൊരുത്തപ്പെടിക്കൽ എന്ന് പറഞ്ഞാൽ? ഒരു ഫോൺ കോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ അടുത്ത് കാണുന്നവരാണെങ്കിൽ അവരോട് കണ്ടിട്ട്, അവരോട് പറഞ്ഞിട്ട് അവരോട് പൊരുത്തപ്പെടിക്കുക. അങ്ങനെയാണ് വേണ്ടത്. ആ പൊരുത്തപ്പെടിച്ചിട്ട് വേണം നമ്മൾ തൗബ ചെയ്യാൻ. ഈ പറഞ്ഞ 4 ഷർത്തും വെച്ചിട്ട്, അതായത് നമ്മൾ ഫിത്നയും ഫസാദോ ഗീബത്തോ നമീമത്തോ മറ്റും പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടിച്ചിട്ട്, നമ്മുടെ മനസ്സറിഞ്ഞിട്ട്, ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഖേദിച്ചിട്ട്, ആ തെറ്റിൽ നിന്നും വിരമിച്ചിട്ട്, ഇനി ആ തെറ്റ് ചെയ്യൂല എന്നുറപ്പിച്ചിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, പടച്ചോനെ എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാ. അതാണ് തൗബ. ആ രൂപത്തിൽ നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു താല എന്തായാലും നമ്മുടെ തൗബ സ്വീകരിക്കും. കാരണം എന്താ? അള്ളാഹു താല പറഞ്ഞതാണ്, നിഷ്കളങ്കമായ തൗബ നിങ്ങൾ തൗബ ചെയ്യുക. അങ്ങനെ തൗബ ചെയ്തപ്പോ അള്ളാഹു താല സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അള്ളാഹു താല തൗബ സ്വീകരിച്ചത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്ത ആളുകൾക്ക് വളരെ ചുരുക്കിയിട്ട് ആ ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം? അംബിയാ മുർസലുകളിൽപ്പെട്ട ആളാണ്. അവരിൽ നിന്ന് തന്നെ വളരെ സ്ഥാനമുള്ള, വളരെ ബഹുമാനമുള്ള ആളുകളാണ് ഉലുൽ അസ്മുകൾ. ആ ഉലുൽ അസ്മിൽപ്പെട്ട ആളും കൂടിയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. അവരിൽ നിന്ന് തന്നെ അള്ളാഹുവിനോട് ഡയറക്റ്റ് സംഭാഷണം നടത്തിയ, അള്ളാഹുവിനോട് സംസാരിച്ച വ്യക്തിയാണ്. അതാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം.
ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അവർക്ക് മഴയില്ലാതെ വെള്ളത്തിന് വല്ലാണ്ട് ബുദ്ധിമുട്ടിയ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ എല്ലാ അനുയായികളെയും വലിയ ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട്, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹുവിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം കൈ ഉയർത്തുകയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഞങ്ങൾക്ക് മഴ വേണം റബ്ബേ, ഞങ്ങൾക്ക് വെള്ളം വേണം, വെള്ളമില്ലാതെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. അവിടുന്ന് നബിയല്ലേ, അത്രയും ശ്രേഷ്ഠമുള്ള നബിയല്ലേ, ഒന്ന് ചോദിച്ചാൽ മതി, ആ സ്പോട്ടിൽ ആ സെക്കൻഡിൽ മറുപടി കിട്ടേണ്ടതാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആഇന് അല്ലാഹു തആല മറുപടി കൊടുക്കുന്നില്ല, അല്ലാഹു തആല ആ ദുആ സ്വീകരിക്കുന്നില്ല. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ല പടച്ചോനെ, ഞാൻ നിന്നോട് ദുആ ചെയ്തിട്ട് നീ എന്താണ് എന്റെ ദുആ സ്വീകരിക്കാത്തത്? ആ ചോദിക്കുമ്പോൾ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായിട്ട് തെറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അദ്ദേഹം എന്നോട് ഈ 40 വർഷമായിട്ടും തൗബ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ മനുഷ്യനെ നിങ്ങൾ പുറത്താക്കിയാൽ മാത്രമേ നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. ഇത് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ആ ആളെ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആ ആൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? അതുപോലെ തന്നെ എന്റെ ശബ്ദം ഇത്രയും 1000 ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ആ തലവരെ എത്തുകയില്ല, ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയുന്നു, മൂസാ നബിയെ നിങ്ങൾ പറയുക, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനൗൺസ്മെന്റ് വന്നു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, 40 വർഷമായി തെറ്റുകൾ ചെയ്യുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യാത്ത ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ആ മനുഷ്യൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് മഴ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആ ശബ്ദം ഈ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാത്ത ആളുടെ ചെവിയിലേക്കും എത്തുകയാണ്. ആ മനുഷ്യൻ ആ സമയത്ത് അള്ളാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, ഞാൻ ഇത്രയും വർഷം 40 വർഷമായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ്, ഞാൻ നിന്നോട് തൗബ ചെയ്തിട്ടില്ല, ശരിയാണ്, എന്നിട്ടും നീ എന്നെ ഇതുവരെ ഒരാളുടെ അടുത്തും ഫളീഹത്താക്കിയിട്ടില്ല, എന്നെ നാണം കെടുത്തിയിട്ടില്ല. ഈ സമയത്ത് ഞാൻ എങ്ങാനും പുറത്തിറങ്ങിപ്പോയാൽ ഈ ആളുകളുടെ അടുത്ത് ഞാനൊരു നാണം കെട്ടവനായി പോകുമല്ലോ അല്ലാ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ, ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഞാൻ നിന്നോട് ഖേദിക്കുകയാണ് റബ്ബേ എന്ന് മനസ്സുരുകിയിട്ട്, വായ കൊണ്ട് പുറത്ത് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ ആളുകൾ കേൾക്കൂലേ, മനസ്സിനകത്ത് നിന്നും അദ്ദേഹം പൊട്ടിക്കരയുകയാണ് മനസ്സുകൊണ്ട്. പടച്ച റബ്ബിനോട് തൗബ ചെയ്യാൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാണ്. ആ സ്പോട്ടിൽ അവിടെ ശക്തമായ മഴ പെയ്യുകയാണ്, അതിശക്തമായ മഴ. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ല റബ്ബേ, നീയല്ല പറഞ്ഞത് ഇവിടെ ഒരു തെറ്റ് ചെയ്ത ആളുണ്ട്, ആ ആള് പോകാതെ ഇവിടെ മഴ പെയ്യൂലാന്ന്, ഇവിടുന്ന് ഒരാളും പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, ആരെ തൊട്ടാണോ ഞാൻ ഈ മഴ തടഞ്ഞു വെച്ചത്, ആ എന്റെ അടിമ എന്നിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട് മൂസാ നബിയെ അലൈഹിസ്സലാം. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ മഴ ലഭിപ്പിച്ചത്, ഞാൻ മഴ പെയ്യിപ്പിച്ചത് എന്ന് അല്ലാഹു തആല പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, പടച്ചോനെ, ആ മനുഷ്യനെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ, ആ മനുഷ്യനെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ പടച്ചോനെ എന്ന് പറയുമ്പോ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ മനുഷ്യരുടെ കുറവ് പുറത്ത് കാണിക്കുന്നവനല്ല. കാരണം ആ ആളെ മനസ്സിലായാൽ ബാക്കിയുള്ള ആളുകൾ എന്താ വിചാരിക്കുക, ഇത്രത്തോളം തെറ്റ് ചെയ്ത മനുഷ്യനാണ് എന്നല്ലേ. പക്ഷെ ആ തൗബ ചെയ്യലോടുകൂടെ അല്ലാഹു തആല ഒക്കെ പുറത്തു കൊടുത്തു. ഞാനിവിടെ പറഞ്ഞു വന്നത് ആ മനുഷ്യന്റെ തൗബ അദ്ദേഹം ഇങ്ങനെ 7 കിതാബ് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞതല്ല. ആ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അദ്ദേഹം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് മനസ്സുരുകി ദുആ ചെയ്തു, തൗബ ചെയ്തു. എന്താ തൗബ? പടച്ചോനെ എനിക്ക് പുറത്തു തരണേ. ഇതാണ് തൗബ. മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യണം. ആ തെറ്റ് പിന്നെ ചെയ്യാൻ പാടില്ല, തെറ്റൊരിക്കലും ചെയ്യൂല എന്നുള്ള ദൃഢപ്രതിജ്ഞ വേണം. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ഹക്കടപാടുകൾ നമ്മളെല്ലാവരോടും പൊരുത്തപ്പെടിക്കണം. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു താല തീർച്ചയായിട്ടും നമുക്ക് പുറത്തു തരും. നമ്മുടെ തൗബ അള്ളാഹു താല സ്വീകരിക്കും. അപ്പോ ഈ 4 ഷർത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു താല നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. കാരണം ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ ഷർത്തും ഫർളും നിർബന്ധമാണല്ലോ. ഷർത്തിനോ ഫർളിനോ കോട്ടം തട്ടുകയാണെങ്കിൽ അള്ളാഹു താല നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. സുന്നത്ത് എവിടെയെങ്കിലും ഒഴിവായി പോയാൽ അത് ഒഴിവാക്കാനുള്ളതല്ല,
ഒഴിവായി പോയാൽ അല്ലാഹു തആല നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കാതിരിക്കില്ല. അതേപോലെയാണ് ഷർത്തില്ലെങ്കിൽ നമ്മുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കൂല. അതുകൊണ്ട് ആരും തൗബ ചെയ്യാൻ റമളാൻ ആവാൻ കാത്തു നിൽക്കരുത്. കാരണം നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. നിസ്കാരത്തിന്റെ ശേഷം തന്നെ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറഞ്ഞാലായി, അല്ലേ? അങ്ങനെ ആവരുത്. നമ്മൾ കഴിയുന്നതും നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇന്നോ നാളെയോ എന്നല്ല, നമ്മൾ ഇപ്പോഴോ പിന്നെയോ എന്നുള്ള രൂപത്തിലാണ് ജീവിക്കേണ്ടത്. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വാറും നമ്മുടെ കാലും എങ്ങനെയാണോ ഒട്ടിയിരിക്കുന്നത്, അതിനേക്കാളും കൂടുതൽ നമ്മൾ മരണത്തിലേക്ക് അടുത്തിരിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ആക്സിഡന്റ് മരണങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ. അല്ലാഹു തആല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്ത് സലാമത്താക്കട്ടെ. അതുപോലെ തന്നെ ദുർമരണങ്ങൾ, ആക്സിഡന്റ് മരണങ്ങൾ, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്നത്, കഴിവിന്റെ പരമാവധി ആദ്യം എന്നോടാണ് ഉപദേശിക്കുന്നത്, എന്നിട്ടാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കഴിയുന്നതും തൗബ ചെയ്തേ കൊണ്ടിരിക്കണം. അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.